മനുഷ്യനെ സംബന്ധിച്ചോളം നമുക്ക് 50, 60, 70 വർഷം അല്ലെങ്കിൽ 100 വർഷമുള്ള ഈ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഈ രണ്ട് നിത്യതയില് ഏത് തെരഞ്ഞെടുക്കും എന്നുള്ളതിനാണ് ഉള്ള ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ആയുസ് മാത്രമാണ് 100 വർഷം അല്ല 80 വർഷം 60 വർഷം. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ശിഷ്ടകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നരകവിധിക്കായിരിക്കുന്ന നിത്യതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അല്ല ഭൂമിയിൽ വെച്ച് നിങ്ങൾ പാപിയായിരിക്കും. നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ വ്യക്തിപരമായിരിക്കും ജീവിതത്തിലെ രക്ഷകനായിട്ട് അംഗീകരിച്ച് അവന്റെ ആത്മാവിനെ പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ ഒരു നിത്യത തെരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയരെ ലോകാവസാനത്തിന് ശേഷവും സന്തോഷപൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. ആകയാൽ നോക്കുവിന് ഈ കാലാവസാനത്തിന് ശേഷമുള്ള ന്യായവിധിയെ പറ്റി ബൈബിൾ പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുവോ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം അതാത് മതത്തിന്റെ പുരോഹിതന്മാർ ചെയ്യുന്ന കർമ്മ അടിയന്തരങ്ങൾക്ക് അല്ലെങ്കിൽ ധൂമപ്രാർത്ഥനയോ പിണ്ടാടിയന്തരങ്ങളോ എന്തുമായിക്കോട്ടെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്നേഹബുദ്ധിയെ ഉപദേശിക്കുന്നു. ലോകാവസാനത്തിൽ ഒരു ഭയങ്കരമായിരിക്കുന്ന സംഭവം ഉണ്ടാക്കാൻ പോകുകയാണ്. എന്താണെന്ന് അറിയാമോ? നമ്മളൊക്കെ ഇന്നൊക്കെ മരിച്ചു പോയെന്ന് കൂട്ടിക്കോ, ഇന്ന് നമ്മൾ അടക്കപ്പെട്ടു എന്ന് കൂട്ടിക്കോ, എന്നാൽ ലോകാവസാനം എന്ന് പറയുന്ന ഒരു ദിവസം വരും. അന്ന് പ്രിയപ്പെട്ടവരെ മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മുടെ MLA മാരും MP മാരും അല്ല നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും ഹൈക്കോടതി ജഡ്ജിമാരും ഈ ഭൂമിയിലെ എല്ലാവരും തെരുവോടുകൾ കൊടുത്ത യാചകന്മാര് ആക്രി പറക്കുന്നവര് പ്രിയപ്പെട്ട മോഷ്ടാക്കള് നല്ലവരെന്ന് നമ്മൾ പറയുന്നവര് എല്ലാവരും ലോകാവസാനത്തെ ദിവസം ഒരുപോലെ കല്ലറുകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അന്നാണ് പ്രിയപ്പെട്ടവരെ ഭൂമിയിലെ ജീവിതത്തിന്റെ കണക്ക് തീർക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ കണക്ക് തീർക്കുന്നത് ലോകാവസാനത്തിലാണ്. അന്നാണ് നിനക്ക് സ്വർഗപ്രവേശനം ഭൂമി വെച്ച് സാധ്യമായോ? അന്നാണ് നീ മനസ്സിലാക്കുന്നത് നരകാഗ്നിയിലേക്കാണോ പോയതെന്ന്. എന്നാൽ ഭൂമിയിൽ വെച്ച് ബുദ്ധിയുള്ളവരായിട്ട് ഈ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ആ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം വിവരിക്കുമ്പോൾ ആ ലോകാവസാനത്തിലുള്ള ന്യായവിധിയെ പറ്റി ദൈവവചനമായിരിക്കുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നു: ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തോവിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന വേറൊരു പുസ്തകവും തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാപതി ഉണ്ടായി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തിങ്കല് ഈ മണ്ണിൽ മരിച്ചടക്കപ്പെട്ടവരും ദഹിപ്പിച്ച് കളയപ്പെട്ടവരും വെള്ളത്തിൽ അഴുകി ഒഴുകിപ്പോയവരും എല്ലാവരും ഒരുപോലെ കല്ലറകളെ വിട്ട് മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തു എന്ന ഏക പുരുഷന്റെ മുമ്പിൽ എല്ലാവരും അവരുടെ തെറ്റിന്റെ നന്മയെങ്കിലും തിന്മയെങ്കിലും അതിന് തക്കവണ്ണം പ്രതിഫലം മേടിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് നമുക്കൊരു മാനസാന്തരം വേണം. അതേ പ്രിയപ്പെട്ട സ്വന്തം ആ ജനങ്ങളെ പീഡിപ്പിക്കുകയും യേശുക്രിസ്തുവിനെ വിട്ട് മറ്റൊന്നിനെ ആരാധിച്ചുകൊണ്ട് മതഭക്തിയിലും പാരമ്പര്യത്തിലും ആശ്രയിച്ചുകൊണ്ട് ജനിച്ചതും പാപി മരിക്കുന്നതും പാപിയാണെങ്കിൽ ഇതാ ഒരു നരകം വായ് പിളർന്നിരിക്കുന്നു.